ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെന്തിനാ ഇവന് സാരി? ആ ചിലപ്പോ എവിടെയെങ്കിലും പെണ്ണ് നോക്കി വെച്ചിട്ടുണ്ടാവും. ഇവനൊക്കെ ആര് പെണ്ണു കൊടുക്കാനാ? വസന്ത ചേച്ചിയുടെ അനിയനെ ഞാൻ കെട്ടിയതുപോലെ ഇയാളെ കെട്ടാനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഈ പൈസക്ക് ഇത് തികയില്ല, അല്പം കൂടിയ സാരിയാ. പോട്ടെ, പാവല്ലേ, അത് ഇയാൾ എടുത്തോട്ടെ. എന്നാ പൈസ പിന്നെ തന്നാ മതി. ശരിയത്. ആ എടാ, ഒരു മിണ്ടാപ്രാണിയായ ഇവന് തോന്നിയ സ്നേഹം ചന്ദ്രിക നൊന്തുപറ്റ മക്കൾക്ക് തോന്നിയില്ലല്ലോടാ. അനികൾക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കണം. കൊള്ളേണ്ടത് കൊള്ളാം, തള്ളേണ്ടത് തള്ളാം. അതെ സർ, ഇല്ലെങ്കിൽ മുന്നമ്പല്ലയുടെ സ്വന്തം വാർഡിൽ പോലും ഭൂരിപക്ഷം കിട്ടാതെ പോകും നമുക്ക്. എത്രയും വേഗം കമ്മിറ്റി വിളിച്ചു കൂട്ടാം. എന്നാ ഞങ്ങളങ്ങോട്ട്. പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ട് പോയതിലും കാര്യമുണ്ട്. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള നിലപാട് നീ മാറ്റേണ്ടിയിരിക്കുന്നു. ഈ അവസ്ഥ എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. ദേവി നമ്മളെ കൈവിടില്ല, വിഷമിക്കാതിരിക്കൂ. അച്ഛാ, വോട്ടർമാർക്ക് പണം കൊടുത്തിട്ടാണ് നമ്മൾ മിക്ക തെരഞ്ഞെടുപ്പുകളും ജയിച്ചിട്ടുള്ളത്. പണം വാരി എറിഞ്ഞ ഈസി ആയിട്ട് ഈ അവസ്ഥ തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. കഴുകന്റെ കണ്ണുകളുമായിട്ട് കറങ്ങി നടക്കുക മീഡിയക്കാര്. പണം എറിയുന്നതെങ്ങാനും മണത്ത് പിടിച്ച പിന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയാ ഫലം. മണ്ടത്തരം പറയാതെ വായിച്ചു വെക്കണം. ജഗന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലേ? എന്റെ അറിവ് വെച്ച് സ്റ്റീഫന്റെ പാർട്ടിയിൽ നിന്ന് 2 പേര് പുറത്തു ചാടാൻ അവസരം നോക്കിയിരിക്കുക. കാശെറിഞ്ഞവരെ പർച്ചേസ് ചെയ്താൽ സ്റ്റീഫിനെതിരെ ഒരു അട്ടിമറി വിജയം ഉറപ്പാണ്. കൊള്ളാടാ മോനെ, അവസരത്തിനൊത്ത തന്ത്രം. എങ്കിൽ ജഗൻ ആ വഴിക്ക് നീങ്ങട്ടെ. മോനെ, എങ്കിൽ പിന്നെ താമസിപ്പിക്കണ്ട. എന്നാ ഇപ്പൊ തന്നെ അവരുമായിട്ട് ചർച്ച തുടങ്ങിക്കോ. ശരി അച്ഛാ. മോനെ, ക്ഷേത്രത്തിൽ കയറി ദേവിയെ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. പോവാം.
അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കണം. ഇനി അധികം സമയമില്ല. കോളേജിലുള്ള എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കണം. എല്ലാവരും ഒന്നും വിളിക്കണ്ട, കോളേജ് പിള്ളേരാ, എല്ലാം കൂടി ഇങ്ങ് വരും. പിന്നെ നമ്മൾ വിളിച്ചു വരുത്തിയവർക്ക് ആഹാരം പോലും കിട്ടാത്ത അവസ്ഥയാവും. എന്റെ കൂട്ടുകാർ വന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. മേലെനങ്ങാതെ വെട്ടി വിഴുങ്ങാൻ വരുന്നത് ചേട്ടന്റെ കൂട്ടുകാരാ. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നത് എന്തിനാ പ്രകാശേട്ടാ? നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ? കല്യാണ മണ്ഡപത്തിനും പാചകക്കാർക്കും ഡെക്കറേഷനുള്ള അഡ്വാൻസ് ഉടനെ കൊണ്ടുപോയി കൊടുക്കണം. അച്ഛാ, അച്ഛൻ ഇങ്ങനെ കടം വാങ്ങി കൂട്ടിയാല് അതെങ്ങനെ വീട്ടിൽ തീർക്കാം? കടം വാങ്ങിയാൽ എങ്ങനെ അത് കൊടുത്തു തീർക്കണമെന്ന് എനിക്കറിയാം. എന്റെ മകളുടെ കല്യാണം നടത്തേണ്ടത് എന്റെ ചുമതലയാ. അത് ഞാൻ ഭംഗിയായി നിറവേറ്റുകയും ചെയ്യും. അത് ആർക്കും ബാധ്യതയാക്കില്ല ഞാൻ. അച്ഛന് വല്ല കാര്യമുണ്ടോ? അച്ഛൻ കടമെടുത്തതുകൊണ്ട് ഈ പറയുന്ന ആളുടെ പെട്ടിയിലെ പണമൊന്നും കുറയുന്നില്ലല്ലോ. പിന്നെ വെറുതെ എന്തിനാ? എന്തിനാ ചേട്ടാ ക്ഷണക്കത്ത് ഇങ്ങനെ തിരിച്ചു മറിച്ചു നോക്കുന്നത്? അല്ല, ഈ കത്തിന്റെ മോഡൽ എത്ര പോരാ. എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല ഡിസൈൻ നോക്കി എടുത്തേനെ. ആദ്യം സ്വന്തം ജീവിതത്തിന്റെ ഡിസൈൻ നേരെയാക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി കല്യാണക്കുറിയുടെ കാര്യം. ചന്ദ്രികേ, വാ. ഇനി താമസിക്കണ്ട. അത്യാവശ്യം വേണ്ട ബന്ധുക്കളെയൊക്കെ നമുക്ക് ഒന്നിച്ചു പോയി വിളിക്കാം. ശരി മാധവേട്ട. അച്ഛാ, കല്യാണം വിളിക്കുന്നതിന് തുടക്കം എന്റെ അമ്മയച്ചൻ കരുണാകരക്കുറിപ്പിൽ നിന്നായ കൊള്ളായിരുന്നു. അത് തന്നെയാ വേണ്ടത്. ഈ കുടുംബത്തിലെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ബന്ധത്തിൽ ജീവിച്ചിരിക്കുന്നത് എന്റെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. എന്നെ കൊള്ളിച്ച ഹരിതി അത് പറഞ്ഞത്. എന്റെ അച്ഛനിപ്പോ ജീവിച്ചിരിപ്പില്ലല്ലോ. ഞാൻ കൊള്ളിച്ചൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യമോ. നമ്മുടെ കൂട്ടത്തില് ഒരു അഡ്രസ്സുള്ള ആളല്ലേ എന്റെ അച്ഛൻ. പിന്നെ പറയാനുള്ളത് സുചിത്രേച്ചിയുടെ അമ്മയുടെ കാര്യമാ. അവര് വീട്ടുജോലിക്ക് പോവല്ലേ. ഇപ്പൊ ഏത് വീട്ടിലാ ഉള്ളതെന്ന് ആർക്കറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ഇടത്തി പറയുന്നേ? ഒരു മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോഴാണോ ഇങ്ങനെ അനാവശ്യമായ സംസാരങ്ങളൊക്കെ? സുചിത്രേ, നിനക്കകത്ത് ജോലിയൊന്നുമില്ലേ? ഇപ്പൊ കുറ്റം എനിക്കായോ? ഞാനിവിടുത്തെ വെറും വേലക്കാരിയാണെന്നല്ലേ അമ്മ ഇപ്പൊ സൂചിപ്പിച്ചത്? ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് എന്റെ പക്ഷം പറയാൻ ആരുമില്ല. കണ്ടെടുത്തൊക്കെ കയറി ഇറങ്ങുന്ന വേലക്കാരിയെന്ന് എന്റെ അമ്മ ആക്ഷേപിച്ചിട്ടും ആർക്കും ഒരു വിഷമവും ഇല്ല. എല്ലാരും കൂടി എന്റെ തലയിൽ കയറാൻ വരിക. അത് മോളെ ചന്ദ്രികേ, നിങ്ങളൊരു മംഗളകർമ്മത്തിന് പോകാൻ ഇറങ്ങിയതാ. പോയിട്ട് വാ. വാ, പോകാം. അതിങ്ങോട്ട് വെച്ചോ. ആ, ശരി അമ്മേ. പോയിട്ട് വാ മോനെ. ബിനു, അച്ഛനും അമ്മയും പോകുന്നത് കരുണാകരക്കുറിപ്പിനെ ക്ഷണിക്കാനാണോ? അതെ. അതിനെന്താ ഇത്ര സംശയം? കൊള്ളാം. നിന്റെ ഭാര്യ എന്റെ ഭാര്യയെ കരയിപ്പിച്ചു. ഇനി നിന്റെ അമ്മായിപ്പൻ കല്യാണം വിളിക്കാൻ പോകുന്നവരെ കരയിപ്പിച്ച് വിടാതിരുന്നാ മതിയായിരുന്നു. സത്യവാടാ നീ പറഞ്ഞത്. പുലിക്കൂട്ടിലേക്കാ രണ്ടാട്ടുകുഞ്ഞുങ്ങൾ കയറി പോകുന്നേ. ഇതിന്റെയൊക്കെ കാരണമുണ്ടല്ലോ ഇവന്റെ ഒറ്റ ഒരുത്തന്റെ കയ്യിലിരിപ്പാ.
എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനേ. ഹലോ മോളെ. അമ്മ, ഇവിടുത്തെ അച്ഛനും അമ്മയും കൂടി വന്ദനേച്ചിയുടെ കല്യാണം ക്ഷണിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യണം. മോളെ, എനിക്ക് അവരോട് ഒരു ദേഷ്യവുമില്ല. പക്ഷേ നിന്റെ അച്ഛനെ കുറിച്ച് നിനക്കറിയാലോ. അച്ഛൻ എങ്ങനെ പെരുമാറുമെന്ന് പോലും എനിക്കറിയില്ല. ഒരു നല്ല കാര്യത്തിനല്ലേ അവര് വരുന്നത്. അവരെ അപമാനിക്കരുത്. അതമ്മ അച്ഛനോട് കൂടി ഒന്ന് പറയണം. ആരോടാ നീ സംസാരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന്? മോളാ. അവൾക്കെന്താ വിശേഷം? അത് അവളുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും അവരുടെ മോളുടെ കല്യാണം ക്ഷണിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവരെ അപമാനിച്ചയക്കരുതെന്നാ ഹരിത പറഞ്ഞത്. ഇല്ല, അപമാനിക്കുന്നില്ല. 101 വട്ടം പൂവിട്ട് പൂജിച്ചേക്കാം. എന്താ പോരെ? ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് മിണ്ടിപ്പോകരുത്. എന്റെ മാനം കെടുത്തിയ നായ്ക്കള് ഈ വീട്ടിൽ കാലുകുത്തിയാൽ തല്ലിക്കൊല്ലു ഞാൻ. ഹലോ മോളെ. അവരെ വിളിച്ചങ്ങോട്ട് പോണ്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പരിധിക്ക് പുറത്താണല്ലോ. അമ്മയെ വിളിച്ചു നോക്കാം. അമ്മ ഫോൺ കൊണ്ടുപോയില്ലേ? ഇനി എന്തൊക്കെ നടക്കുമെന്തോ. ആരാ? ഞങ്ങള് കുറുപ്പ് സാറിന്റെ ബന്ധുക്കളാ. അദ്ദേഹത്തെ ഒന്ന് കാണണം. അനുവാദമില്ലാതെ അകത്തു പോകാൻ പറ്റില്ല. മാധവൻ നായർ വന്നിരിക്കുന്നുവെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാൽ മതി. ഏത് മാധവൻ നായരായാലും ഇപ്പൊ കാണാൻ പറ്റില്ല. ഇവിടുത്തെ കുട്ടി ഹരിത ഞങ്ങളുടെ മരുമകളാ. ഞങ്ങളുടെ മകനാ ഹരിതയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ആരെങ്കിലും വിളിച്ചു പറയാതെ നിങ്ങളെ കടത്തിവിടാൻ പറ്റില്ല. എന്നാ നിങ്ങളൊന്ന് വിളിച്ചു പറയേ ഞങ്ങൾ വന്നിരിക്കുന്നുവെന്ന്. ഇപ്പൊ ഏതായാലും പറ്റില്ല. കുറച്ചു മുമ്പ് ഒരാൾ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ കിട്ടിയ വഴക്കിന് കൈയും കണക്കുമില്ല. ഏതായാലും ഇനിയും വഴക്ക് കേൾക്കാൻ വയ്യ. അങ്ങോട്ടൊന്നും മാറിയില്ല. അവരിവിടെ അകത്ത് വന്ന് കല്യാണം പറഞ്ഞിട്ടൊന്ന് പോയിക്കോട്ടെ. ഈ കല്യാണത്തിന് പോണമെന്നൊന്നുമില്ല. പക്ഷെ അവനെ അപമാനിക്കരുത്. വിജയ, ആ ഗേറ്റിനടുത്തേക്കുന്ന എരപ്പകളെ അകത്തേക്ക് കയറ്റിവിടാൻ നീ ചെന്ന സെക്യൂരിറ്റിയോട് പറ. ചെല്ലേ. ശരി സാർ.
അകത്തേക്ക് കയറാനാവുമെന്ന് തോന്നുന്നില്ല. സെക്യൂരിറ്റിയുടെ കയ്യിൽ ഒരു കല്യാണക്കത്ത് കൊടുത്തിട്ട് പോവാം. ഇവരെ അകത്തേക്ക് കയറ്റിവിടാൻ പറഞ്ഞു. ശരി സാർ. ഓക്കെ. അച്ഛാ, ആ നമ്പ്യാർ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അച്ഛനുമായിട്ട് ഒരു മീറ്റിംഗ് വേണമെന്ന്. ഇപ്പൊ മറ്റൊരു മീറ്റിംഗ് ഉണ്ട്. കുറുപ്പിന്റെ മാനം കൈ പിടിച്ചുയർത്തിയവരുമായിട്ട്. അതാരാ അച്ഛന്റെ മാനം കൈപിടിച്ചുയർത്തിയവര്? ഹരിതയെ കെട്ടിയവന്റെ തന്തയും തള്ളയും സംബന്ധക്കാരേ. അവരാണോ വിശിഷ്ടാതിഥികള്? ആ, ഈ പടികേറ്റില്ല ഞാൻ ഒന്നിനെയും. വേണ്ട മോനെ, അവരെ തടയണ്ട. അവരെ അപമാനിച്ച അതിന്റെ കേട് നമ്മുടെ ഹരിതയ്ക്കും കൂടിയാ. അവര് വന്ന് കല്യാണം പറഞ്ഞു പൊയ്ക്കോട്ടെ. കല്യാണത്തിന് വരാന്നൊരു ഭംഗിവാക്ക് പറഞ്ഞു വിട്ടാ പോരെ. അതിനൊന്നും എന്നെ കിട്ടില്ല. ആ വൃത്തികെട്ടവന്റെ തന്തയും തള്ളയും എനിക്ക് കാണുകയും വേണ്ട. ജഗൻ, കുറുപ്പ് സാറിന്റെ വിലാസം എഴുതിയ ക്ഷണക്കത്ത് എവിടെ? അത് ഇതിലുണ്ട്, ശരിക്കും നോക്കിയാ മതി. ആ, ദാ, ആ, ഉം. വാ. ബെല്ലടിച്ചു നോക്ക്. വരുന്നുണ്ട് നാശങ്ങള്. നമസ്കാരം കുറുപ്പ് സാറേ.